ഹലോ. ഈ തവണ കോതമംഗലത്ത് നിന്ന് ചെടി കൊണ്ടുവന്നപ്പോൾ ഞാൻ കൂടുതലും കൊണ്ടുവന്നത് 10 മണി ചെടികളായിരുന്നു കേട്ടോ. കൂടുതലെന്ന് പറഞ്ഞാൽ കുറച്ചധികം അങ്ങോട്ട് പറിച്ചു കൊണ്ടുവന്നു. അവിടെയാണെങ്കിൽ ഇങ്ങനെ നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഇവിടെ നല്ലപോലെ പരിപാലിച്ചു. അത്രയും നന്നായിട്ട് കൊണ്ടു നടന്നിട്ട് ശരിക്കൊന്നും വളരണില്ല. അവിടെയാണെങ്കിൽ അമ്മ ഒത്തിരി ഒന്നും പരിപാലിക്കണില്ല. പക്ഷെ നിറച്ച് വളർന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ എപ്പോഴും എപ്പോഴും അവിടെ പോകുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറിച്ചു കൊണ്ടുവരും. കുറച്ചധികമായിട്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ആദ്യം നട്ട ചട്ടിയില്ല, അതിനകത്ത് ചെടിയൊക്കെ ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയത് നടാനായിട്ടാണെങ്കിൽ നമ്മൾ താഴെ വെച്ചാർന്ന ചെടി മൊത്തം കോഴികൾ കൊത്തി തിന്ന് അത് നശിച്ചുപോയി. അപ്പോൾ നമ്മൾ ഈ ചട്ടി ഒന്നുകൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. ആദ്യം ഞാൻ ഇതിനകത്ത് 10 മണി നടാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഒന്ന് നട്ട് നോക്കി, പിന്നെ അത് തിരിച്ചെടുത്തു. പിന്നെ വിചാരിച്ചത് ഈ ഒരു സംഭവം നടാം, ഇത് അവിടെ നിന്ന് തന്നെ പറിച്ചുകൊണ്ടാണ്. ഇതാണെങ്കിൽ അവിടെ ഒരു മതിലായിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കണം. അപ്പോൾ നിറച്ചിങ്ങനെ വള്ളി പോലെ തൂങ്ങി തൂങ്ങി ഉണ്ടായി നിൽക്കണേ. ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ റെഡിയായിട്ട് വരുമോ അറിയില്ല. എന്നാലും സാരമില്ല, ഒന്ന് ഇളക്കി കൊടുത്താണ്. എന്നാലും കുറച്ചും കൂടി അധികം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി റെഡിയാക്കി കൊടുത്തിട്ട് നമ്മുടെ ടൂൾ ഉപയോഗിച്ച് കുറച്ച് കുഴികളൊക്കെ ഉണ്ടാക്കി അങ്ങനെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാനായിട്ട്. ടെൻടടേ കഴിഞ്ഞു, നട്ട് കഴിഞ്ഞു. കുറച്ച് വെള്ളമൊക്കെ കൂടെ സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒന്ന് റെഡിയാക്കി നിർത്താം. ഇനിയാണ് നമ്മുടെ അടുത്ത ടാസ്ക്. 10 മണി കുറേ അധികം ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ ചീരയും അതുപോലെ തന്നെ തക്കാളിയും നിത്യവഴുതനങ്ങയും തണ്ണിമത്തനും ഒക്കെ ഒന്ന് വളർന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കാൻ പോയി നിങ്ങൾക്കും കുറച്ച് വെള്ളം കൊടുത്തു. അതുപോലെ നമ്മുടെ പൊട്ടുവെള്ളരിക്കും കുറച്ചധികം വെള്ളമൊക്കെ കൊടുത്തു. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ മാത്രം എന്താണെന്നറിയില്ല, എവിടെയും ഇല്ലാത്ത കാക്കയും കോഴികളും അങ്ങനത്തെ സകലമാന ശല്യങ്ങളും വന്ന് ചെവിയുടെ അടുത്തിരിക്കും പോലെ തോന്നും. അതാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോറസ് പോലെ കേട്ടുകൊണ്ടിരിക്കണത്. മൈക്ക് എന്തായാലും വാങ്ങിയേ പറ്റൂ. അതുപോട്ടെ, നമ്മുടെ 10 മണി നടാൻ വേണ്ടിയിട്ടൊരു ചട്ടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം ചട്ടി കാണാത്തതുകൊണ്ട് ഈ ഒരു ചട്ടിയിലെ ചെടി വേറൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു ചട്ടിയിൽ നട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മൊത്തം ചുറ്റും ഇങ്ങനെ കുഴിയൊക്കെ റെഡിയാക്കിയിട്ടാട്ടോ നട്ട് കൊടുക്കണത്. നമ്മുടെ ടൂള് തന്നെ ഇതുകൊണ്ട് തന്നെ എല്ലാം റെഡിയാക്കി നമ്മൾ റെഡിയാക്കി വെച്ച് കൊടുത്തിട്ട് ഇത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലുള്ള ഇലയാണ്. ഇതാണെങ്കിൽ പല പല കളറാണ്. ലൈറ്റ് പിങ്കും വൈറ്റും പിന്നെ എന്തുട്ടാണ് മഞ്ഞ, അങ്ങനെ കുറേ കളറിലുള്ള ചെടികളാണ് കേട്ടോ. എല്ലാം വെറൈറ്റി കളറുകളാണ്. അങ്ങനെ ഇതുമാണ് പെട്ടെന്നൊരാശയം വന്നത്. പണ്ട് ആദ്യം കൊണ്ടുവന്ന് നട്ട ചെടികളെല്ലാം കൂടി ഒറ്റ ഒരു ഇതിനകത്തോട്ട് ഇട്ട് വെച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എല്ലാം കൂടി പറക്കിയെടുത്ത് വീണ്ടും ഇതിലേക്ക് എടുത്ത് കൊണ്ടുവന്നു. ഞാനാണെങ്കിൽ രാവിലെ ആണെങ്കിൽ വെറുതെ ഇരിക്കും. രാവിലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ എണീക്കുമ്പോൾ തന്നെ ഒരു ഉച്ചയാവും. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും, പിന്നെ ഉച്ചയ്ക്ക് നല്ല ചൂടാണല്ലോ, അങ്ങനെ കുറച്ചധികം നേരം ഇരുന്നിരുന്ന് ജോലികളൊക്കെ എത്തി എപ്പോഴും സന്ധ്യയാവും. സന്ധ്യയായി രാത്രിയായി. അതായത് നമ്മളിത് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, നമ്മുടെ ചെറിയ ചെറിയ അൽക്കുലത്ത് പണികളൊക്കെ. അങ്ങനെ ലൈറ്റൊക്കെ തെളിച്ച് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണത്. ഈ ഒരു സാധനം ഇങ്ങനെ വെറുതെ നട്ടു കൊടുത്താൽ മതിയായിരുന്നു. കൊണ്ടുവന്ന് തന്നെ കുറച്ചധികം ഉണ്ടായിരുന്നു. പിന്നെയും ഞാൻ പോരാത്തതിന് ഈ ഒരു ഇതിനകത്ത് ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് നട്ടില്ലായിരുന്നു, അത് മൊത്തം പറിച്ചെടുത്തു. എന്നിട്ട് ഈ ഒരു ഷേപ്പുള്ള ഇലകളൊക്കെ ഈ ചട്ടിക്കകത്തും ഈ നീളം ഷേപ്പുള്ള ഇലകളൊക്കെ ഒരു ചട്ടിക്കകത്തും അങ്ങനെ നട്ടു കൊടുത്തു. വെറുതെ ഇരിക്കുമ്പോൾ ഓരോരോ തോന്നലുകളാണെന്നേ. ശരിക്കും പറഞ്ഞാൽ ആ ചട്ടി ഞാൻ സ്ട്രോബെറി നടാൻ മേടിച്ചാണ്. പിന്നെ നമ്മുടെ സ്ട്രോബെറി കിട്ടിയില്ല, അതുകൊണ്ട് പിന്നെ നട്ടില്ല. പിന്നെ തൽക്കാലത്തേക്ക് ഇതൊക്കെ അതിനകത്തിരുന്നു. പക്ഷേ നല്ല രസമാട്ടോ, അതിനകത്ത് നിറയെ വേര് പിടിക്കും, നന്നായിട്ട് വേര് പിടിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ ആണോണ്ട് അറിയില്ല. 10 മണിയൊക്കെ അല്ലെങ്കിലും പെട്ടെന്ന് തന്നെ വളർന്ന് പോരുമല്ലോ. അങ്ങനെ കുറച്ച് നീളൻ ഇലകൾ ഇവിടത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് നട്ട് കൊടുത്ത് ഇത് അതിലേക്ക് നട്ട് കൊടുത്തു. അങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കി അറേഞ്ചൊക്കെ ചെയ്ത് വെച്ചു കേട്ടോ അതിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട്. എന്നാലും എല്ലാം റെഡിയാക്കി വെച്ച് ഇപ്പോൾ അവിടെ നിന്ന് കൂടുന്നതായിട്ട് 1-2 ബാക്കി വന്നു. അപ്പോൾ അത് കളയണ്ടല്ലോ എന്ന് വെച്ചാൽ അതും കൊണ്ട് തിരിച്ച് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തു. പിന്നെ വെറുതെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നോക്കി നിന്നപ്പോൾ നമ്മുടെ തണ്ണിമത്തനൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും കുറച്ച് വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ച് നട്ട് വെച്ചതിനും നട്ട് തിന്നതിനും നട്ടതിനും ഒക്കെ കൂടി കുറച്ചധികം അങ്ങോട്ട് വെള്ളം കൊടുത്തു. എല്ലാവരും കൂടി വെള്ളമൊക്കെ കുടിച്ച് വിശ്രമിക്കട്ടെ എന്ന് വിചാരിച്ച്. ഇതൊക്കെ വളർന്നു വന്നാൽ മതിയായിരുന്നു. പിന്നെ ഇത് ഈ ചെടി കണ്ടോ, ഇതൊരു ചെടിയല്ല മതിയായ ഒരു മരമാണെന്ന് ഞാൻ കോതമംഗലം വീട്ടിൽ ഇപ്പോഴാണ് കണ്ടത്. അപ്പുറത്തെ തോട്ടത്തിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. ഇതിവിടെ ചെടിയായിട്ട് വളരണം.